ഒരു അപേക്ഷ തൊഴുതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കടമുറി വേണമെന്ന്. പക്ഷേ ആരെങ്കിലും നല്ല മനസ്സുള്ളവർ ഈ മനുഷ്യനെ ഇനിയുള്ള സമയമെങ്കിലും ഈ വാടക വീടെന്ന് മാറാൻ പറയുന്ന സമയത്ത് പിടിച്ചു കിടത്താൻ ഒരു സെൻറ്റ് സ്ഥലം ആർക്കെങ്കിലും സന്മനസ്സുള്ളവർ അതൊന്ന് ചെയ്തു തന്നാൽ. ഈ തിരുവനന്തപുരത്ത് എവിടെയായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം വാടക എല്ലാം കൂടെ എന്നെക്കൊണ്ട് താങ്ങത്തില്ല. ഇത് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്നും അറിയത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ തീരെ നിവർത്തില്ല. അവരിറങ്ങിപ്പോകാൻ പറയുമ്പം മക്കളെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഈ മനുഷ്യൻ്റെ കയ്യും പിടിച്ച് ഏതെങ്കിലും പള്ളിയിൽ പോയി കിടക്കേണ്ടി വരും. ആ ഒരവസ്ഥ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു റൂമെങ്കിലും എടുത്ത് ആ മനുഷ്യനെ കിടത്താനായിട്ട് 1 സെൻറ്റ് സ്ഥലമെങ്കിലും ആരെങ്കിലും എനിക്കൊന്ന് ചെയ്തു തരണം. ഇത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള അപേക്ഷ. പിന്നെ എനിക്കെൻ്റെ വരുമാനമായിട്ട് ഇതൊന്ന് വിപുലപ്പെടുത്തി തരണം. ആദ്യത്തെക്കാളും ക്ഷീണിച്ചു അല്ലേ? എന്തായാലും ഇനി ഉഷാറായിട്ട് പഴയ പോലെ ബിരിയാണിയൊക്കെ വെക്കണം അല്ലേ? ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട്. മരുന്നൊക്കെ കഴിച്ചേ റെസ്റ്റ് എടുക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അതേ ഇതാണ് ഇവിടുത്തെ 100 രൂപയുടെ ബിരിയാണി. ഇന്നിപ്പോൾ മുട്ടയും കൂടി ഉണ്ട്. പിന്നെ അതാ ചിക്കൻ പീസ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൽഫോൻസി ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പേര് പറയുമ്പോൾ തന്നെ ഓർമ്മ കിട്ടുന്നുണ്ടാവും. കാരണം നമ്മൾ ഇവിടെ നിന്ന് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ കടയുടെ. ഒരുപാട് നിവൃത്തികേടിൻ്റെ ഒരറ്റത്ത് നിൽക്കുമ്പോഴാണ് ചേച്ചി ഫേസ്ബുക്കിൽ എനിക്ക് പണ്ട്, അതായത് എനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ ആവും മെസ്സേജ് അയച്ച് ഞാൻ വരുന്നതും. നിങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ സാമ്പത്തികമായിട്ട് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. രണ്ടാമത് നമ്മൾ അന്ന് ഇഡലിയൊക്കെ ആയിരുന്നു. ബിരിയാണി തുടങ്ങിയ സമയത്ത് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ചായിട്ട് ഉഷാറായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇവിടുത്തെ ചേട്ടന് വയ്യാണ്ടാവണമെന്ന് വെച്ചാൽ ആൾ ഓൾറെഡി അറ്റാക്കൊക്കെ കഴിഞ്ഞ ഒരാളാണ്. 73 വയസ്സൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ആളങ്ങ് വീണുപോയി. കിഡ്നിയിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു. ഹോസ്പിറ്റലിലായി. കട മൊത്തത്തിൽ നിന്നുപോയി. ഒന്നും ചെയ്യാൻ പറ്റാതെ, അതായത് അവർക്കുണ്ടാവുന്ന വരുമാനം മൊത്തത്തിൽ നിൽക്കും, ചിലവ് മാത്രമായി മാറുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു പ്രതിസന്ധി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ചേച്ചി എന്നെ വീണ്ടും ഒന്നുകൂടെ വിളിച്ചു, മോളെ വീട്ടിൽ ഇനി കടമുറി വാടകയ്ക്ക് എടുക്കാനോ അതിനൊന്നും അവിടെ പോയി നിന്ന് പണിയാനോ ഒന്നിനുള്ള ആരോഗ്യം ചേട്ടനില്ല. ചേട്ടനായിരുന്നു അവിടുത്തെ മെയിൻ കുക്ക്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചേച്ചിക്ക് പറ്റുന്നത് പോലെ ചേച്ചി വീട്ടിൽ ചേട്ടനെ നോക്കണം. ചേട്ടൻ കട്ടിലേ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ച് എണീറ്റിരിക്കുന്നുണ്ട്. ആളെയും നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം ചേച്ചിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു 10 പേർക്കോ അല്ലെങ്കിൽ 5 പേർക്കോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ വന്ന് ആരെങ്കിലും മേടിച്ചാൽ എന്ന് പറയും. ഇതൊരു പരീക്ഷണം പോലെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. എത്രത്തോളം ആളുകൾ ഇവിടെ വന്ന് മേടിക്കുന്നൊന്നും എനിക്കും അറിയില്ല, ചേച്ചിക്കും അറിയില്ല. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷയുടെ പുറത്ത് ഞങ്ങൾ ചെയ്യുക. ഊണായാലും രാവിലത്തെ ഉച്ചത്തെയൊക്കെ ഭക്ഷണമായാലും ചേച്ചി എന്ത് വേണേലും ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. കപ്പപ്പുട്ട്, ഇത് റാഗിയുടെ, ബിരിയാണിയുടെ പകുതിയല്ല 3/4 ഭാഗം പണിയും കഴിഞ്ഞു. ഇത് റൈസിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കാലും വലിയ പീസൊക്കെ ആയിട്ടാണ്. അതേതുപോലെ ഒരു ചുക്ക് കാപ്പി. ഇപ്പോഴങ്ങനെ ആരും കരിപ്പട്ടി ശർക്കര ഉണ്ടല്ലോ, അതും ചുക്കും ഒക്കെ കൂടി ഇട്ടത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് കഴിക്കണവർക്ക്, ബസ്സിലാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അത്യാവശ്യം ഒരു മേശയിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഓരോ കട്ടൻ കാപ്പിയും കൂടെ. കരിപ്പട്ടി ഇട്ടെങ്കിൽ അങ്ങനെ, അല്ല ബ്രൂ പൊടി ഇട്ടാണെങ്കിൽ അങ്ങനെ, അവരുടെ സൗകര്യം പോലെ അത് ചെയ്യാം. കൊള്ളാം. ഈ സ്ഥലത്തിന് രാജീവ് നഗർ എന്നാണ് പറയുന്നത്. ഓൾ സെയിൻസ് കോളേജ് കഴിഞ്ഞ് ഡൊമസ്റ്റിക്കിലോട്ട് പോകുന്ന വഴിക്ക് അതിനിടയിൽ രാജീവ് നഗർ. അത് ശംഖുമുഖം വന്ന വഴിയില്ലേ, പഴയ കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് കയറി വന്ന് ഇങ്ങോട്ട് വന്നാലും മതി. വയർലെസ് സ്റ്റേഷൻ്റെ ബാക്ക് വന്നിട്ട്
ഇങ്ങോട്ട് വന്നാലും മതി. വയർലെസ് സ്റ്റേഷൻ്റെ ബാക്കെന്നും പറയാം, രാജീവ് നഗർ. ഓൾ സയൻസ് കോളേജ് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിലോട്ടാണ് ആ വഴി പോകുന്നത്. അതിനടുത്ത് ഇവിടെ ആരോട് ചോദിച്ചാലും വീട് പറഞ്ഞു കൊടുക്കും. വീട് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ കപ്പയും കൊണ്ടുള്ള പുട്ടും ഇത് റാഗിപ്പൊടിയും കൊണ്ടുള്ള പുട്ടും. ഇതുപോലെ എന്ത് വെറൈറ്റി വേണമെങ്കിലും ചേച്ചി ഉണ്ടാക്കി തരും. ചോളവും അങ്ങനെ അല്ലേ, എന്നാ ചമ്പാവ്, ഇറച്ചിപ്പുട്ട്, അതായത് ബീഫ് വെച്ചിട്ടുള്ള, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. ഇന്നിപ്പോൾ 2 പുട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് എന്നാന്ന് വെച്ചാൽ മൈദയുണ്ട്, ഗോതമ്പ് പുട്ടുണ്ട്, പുട്ടിന്റെ വെറൈറ്റി മാത്രം. അതെന്താ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ പറയാം. ഇതിപ്പോൾ ഞങ്ങൾ 2 ആളേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് 2 പുട്ട് എന്ന് വെച്ചാൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ പാട് ചേച്ചിക്ക് അറിയാം. കാരണം അങ്ങനെ വലിയൊരു സാമ്പത്തികമൊന്നും കയ്യിൽ വെച്ചിട്ടല്ല ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ 2 പുട്ട് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ആക്കിയതാണ്. ഇനി നിങ്ങൾ വന്ന് വിളിച്ച് പറഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഉച്ചയ്ക്കാണെങ്കിൽ അങ്ങനെ, ഇനി വൈകുന്നേരത്തേക്കാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയായാലും 10 മണി വരെ കൊടുക്കാം. എന്ത് വേണമെങ്കിലും. അതിപ്പോൾ എന്നതാന്ന് പറഞ്ഞാൽ ചേച്ചി തരും. പക്ഷെ മുൻകൂട്ടി പറഞ്ഞേക്കണം. ചപ്പാത്തി ഉണ്ട്, അപ്പം മുട്ടക്കറി ഉണ്ട്, പിന്നെ എഗ്ഗ് ബുർജി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ ഇട്ടിട്ട് എയർപോർട്ട്സുകാർ അതാണ് മേടിക്കുന്നത് കൂടുതലും. അപ്പൊ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. 2 ആഴ്ചയായിട്ട് അവരുടെ മറ്റേതാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 180-200 രൂപയൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞു പോകും. ആവശ്യങ്ങൾ ഇടയ്ക്ക് മക്കളെ ബുദ്ധിമുട്ടിക്കാതെ അവർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ കൊടുത്ത് ചെയ്യാലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പെട്ടെന്ന് 2 ആഴ്ച ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ആരും ഇവിടെ ഇല്ല, സ്കൂൾ ഡ്യൂട്ടിയും ചിലരൊക്കെ ലീവും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഒരുപാട് ഭയങ്കര ബിസിനസ് ഒന്നല്ല, ഒരു ദിവസം ഒരു 10 പേർക്കുള്ള ഭക്ഷണം, അത്രയൊക്കെ ആഗ്രഹിക്കാനുള്ളൂ. ഒരു 10 ആൾക്കുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ചേച്ചിക്ക് കണ്ടിട്ട് അവർ പറഞ്ഞായിരുന്നു എയർപോർട്ട്സിലകത്ത് ഒരു ഇതുണ്ട്, ചേച്ചിക്ക് അതെടുത്ത് നടക്കാൻ. ഞാൻ പറഞ്ഞില്ലല്ലോ, ചേട്ടൻ ഒരാൾ എപ്പോഴും കൂടെ വേണം എന്ന്. അവരാണ് ഫസ്റ്റിലെ ചേട്ടൻ്റെ അവസ്ഥ വന്ന് കണ്ടിട്ട് ഒരു 5500 രൂപ ആദ്യമായിട്ട് സഹായിച്ചത് എയർപോർട്ട്സിലെ പിള്ളേരാണ്. അവർ നമ്മുടെ ആ കടയിൽ വെച്ചുള്ള പരിചയം വന്ന് കഴിക്കുകയും എടുക്കുകയും പിന്നെ അവർ തന്നെയാണ് അവസാനം ഈ മാസങ്ങൾ കഴിഞ്ഞ് 2.5 മാസത്തിന് ശേഷം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ്, വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട്, നയാസ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ് ഞാനിങ്ങനെ തുടങ്ങുകയാണ്, നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടാകണം, വേറെ വരുമാനം ചേച്ചിക്കില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അന്നോട്ട് ഈ 2 ആഴ്ച വരെയും ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കുമായിരുന്നു. ഊണ് വെച്ചപ്പോഴും വാങ്ങിച്ചു, ബിരിയാണിയും വാങ്ങി, രാത്രിയിലും വിളിച്ചു പറയും, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. പക്ഷേ 2 ആഴ്ച കൊണ്ടാണ് പെട്ടെന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്തായാലും നോക്കാം. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് പേരെ ഇപ്പം ഇതിൽ ഇവിടെ അടുത്തുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണം അത്രയേ വേണ്ടൂ. ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് മേടിച്ചാൽ തന്നെ ഇവർക്ക് അത്യാവശ്യം മരുന്നും ബാക്കി കാര്യങ്ങളും ഒക്കെ നടക്കും. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇപ്പോൾ ആളൊന്ന് എണീറ്റിരിക്കാവുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭയങ്കര മോശമായിരുന്നൊരു സാഹചര്യമുണ്ട്. ബോധം പോലും ഇല്ലാതെ കടന്നു പോയൊരു സമയം. ഇപ്പോൾ റൂമിൽ കിടപ്പ് തന്നെയാണ്. റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പുറത്ത് വരെ കൊണ്ട് ഇരുത്തിയേക്കുക. ഭയങ്കര സന്തോഷമാണ്. നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പഴയ പോലെ 3 പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോഴും എല്ലാം നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, കുക്കിംഗ് മൊത്തമായിട്ട്, ചായ അടിക്കുന്നതാവട്ടെ എന്തും. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആയപ്പോൾ പുള്ളിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അതിനുള്ളൊരു ആരോഗ്യം ഇല്ല. ഭയങ്കരമായിട്ട് മെലിഞ്ഞൊക്കെ പോയി ആൾ, രക്തക്കുറവും എല്ലാം ഉണ്ടല്ലോ. തിരിച്ചു വരും എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരും, റെഡിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആവട്ടെ. എത്ര നാൾ ഹോസ്പിറ്റലിലായിരുന്നു? ഇതിപ്പോൾ 1 മാസം ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റായി കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ അവസ്ഥയൊക്കെ മോശമായതുകൊണ്ടും നമുക്ക് അവിടെയാണെങ്കിൽ ഒരാൾ വേണം, ഒരാൾ പുറത്ത് നിൽക്കണം, ഒരാൾ. പക്ഷേ അവിടെ അങ്ങനെ ഒരാളെ അല്ലാതെ നിർത്തത്തില്ല, ഓടാനുള്ള സാഹചര്യം. പിന്നെ മറ്റു എല്ലാത്തിനും പൈസ ആവശ്യമാണ് അവിടെ. അപ്പോൾ സ്കാനിങ്ങിന് 3500 രൂപ വേണമായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടിലാണ് അറിയുന്നത് കിഡ്നിക്ക് പഴുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളെ കൊണ്ട് ഇനി അങ്ങോട്ട് പറ്റൂല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിയിട്ട് വന്നു. അപ്പം ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെയും കിടക്കണം. പുള്ളിക്ക് ഒരിടത്തും കിടക്കാൻ താല്പര്യമില്ല, കിടന്നുകൊണ്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്കും ഒരു നാണക്കേടിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായി അങ്ങനെ. കാരണം ഇതൊക്കെ വലിച്ചു പറിക്കുകയും നേഴ്സുമാർ വന്ന് വഴക്ക് പറയാം, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അറിയുന്ന പലരോടും ഇങ്ങനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ 8 ദിവസം എടുക്കണം. ഒരു നേരം ഒരു ഇഞ്ചക്ഷന് 650 രൂപ വെച്ച് ഒരു ദിവസം 4 നേരം എടുക്കണം. പലരോടും വിളിച്ച് ചോദിച്ച് അവരുടെയൊക്കെ സഹായത്തിൽ ഒരു നേഴ്സ് പെങ്കൊച്ച് വീട്ടിൽ വന്ന് ആ ഇഞ്ചക്ഷനെല്ലാം എടുത്ത് തന്ന്. ആ കുട്ടി തന്നെയാണ് യൂറിൻ ട്യൂബും ഒക്കെ മാറ്റിയത്. അതിനുശേഷം ഭയങ്കരമായിട്ട് ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ കുറേ അനുഭവിച്ച് ഇപ്പോൾ ഒരു 4 മാസം ആകുന്നു
എന്തായാലും ഇതിങ്ങനെ ആയിട്ട് കടയൊക്കെ നിന്ന് പോയിട്ട് 4.5 മാസമായി. കടയെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറി ഈ കടയിൽ വന്ന് നമ്മുടെ വീഡിയോ പോയി. അതിനുശേഷം ഒരാഴ്ച അവധിയാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെന്ന് കയറിയപ്പോൾ അവിടെ കട ഒട്ടും മെച്ചപ്പെട്ടില്ല. കാരണം അതോടുകൂടി എനിക്ക് വയ്യാണ്ടായി, ചുമയും, എനിക്ക് എഴിച്ച് നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ അന്നും അങ്ങനെ തന്നെ, ഇപ്പോഴും ഡോക്ടർ ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോഴും എനിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. ഈ 2 ഷോൾഡറും തേയ്മാനം, നട്ടലിന് കംപ്ലൈൻറ്റ്, ഡിസ്ക് പ്രോബ്ലം. അപ്പോൾ അങ്ങനെ വരുമ്പം വെയിറ്റ് എടുക്കാൻ പാടില്ല. നിന്നുകൊണ്ട് കുറേ സമയം പണി ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇവിടെയൊക്കെ നടുവൊക്കെ കിഴച്ച് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു അങ്ങനെ. അപ്പോൾ അതും എനിക്ക് റെസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കും ഇങ്ങനെ. പക്ഷേ എന്നാലും ജീവിക്കണം. മക്കളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റും? മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ആൾക്കാരൊന്നും അല്ല അവരുടെ ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും കാര്യങ്ങൾ നോക്കുന്നു. ഇന്നിപ്പോൾ ഇതെല്ലാം ഒരുക്കി തന്നത് മോനാണ്. ഗ്യാസ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും മോനും, ബാക്കി സാധനങ്ങൾക്ക് മോളും മോനും കൂടിയാണ്. പക്ഷേ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളും മുടക്കം വരുന്നു. മോൾക്കാണെങ്കിൽ 13 വയസ്സായ ഒരു മോള്, അവളിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ വീടിൻ്റെ വാടക അത് കൊടുക്കണം, അങ്ങനെയൊക്കെ അവരുടെ ആവശ്യം. ഇതിനിടയിലാണ് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ ഈ ഭയങ്കരമായ അവസ്ഥയിൽ മോളെയും മോനെയും ഭയങ്കരമായിട്ട് സഹായിക്കാൻ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റിലത്തെ വീഡിയോ, ഇഡ്ഡലി സാമ്പാറിൻ്റെ വീഡിയോ കണ്ട ഒരു മാഡം, ഡോക്ടർ ദീപ്തി എന്നും പറഞ്ഞിട്ട്, ഇപ്പോഴും ഹെൽപ്പായിട്ട് നിൽക്കുന്ന. ആ സമയത്ത് ആ ഇഞ്ചക്ഷൻ്റെ മരുന്ന് വാങ്ങാനും എടുക്കാനും ഒക്കെ ആയിട്ട് ആരോ മാഡത്തെ സഹായിച്ചതാണ്. ആരെങ്കിലും അർഹതയുള്ളവർക്ക് കൊടുക്കണമെന്നും പറഞ്ഞു മാഡത്തിനെ ഏൽപ്പിച്ച കാശ് അപ്പോഴാണ് എൻ്റെ വോയിസ് മെസ്സേജ് പോകുന്നത്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ആ പൈസ മാഡം ഇട്ട് തന്നു. ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ, ഒരു നേരം 650 ആകുമ്പോൾ 4 ഇഞ്ചക്ഷൻ്റെ ഗുളികയ്ക്ക് 8 ദിവസത്തേക്ക് എത്രയാകും? അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ സഹായം നമുക്ക് ആ സമയത്തുണ്ടായി. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിനായാലും മരുന്ന് വാങ്ങാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട്. ഒരു മാസത്തേക്ക് 14,000 രൂപയോളം മരുന്നിന് തന്നെ വേണം. അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട്. പിന്നെ മുമ്പൊക്കെ, ഇപ്പോൾ ചില സമയത്ത് സങ്കടം തോന്നുന്നൊരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ആവശ്യപ്പെട്ടാൽ പുള്ളി വാങ്ങിക്കൊടുക്കും. ഇന്നിപ്പോൾ എന്തെങ്കിലും അവരാവശ്യപ്പെട്ടാൽ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. ഒന്നിൽ പിന്നടുത്തേക്ക് മാറ്റി വയ്ക്കും. പിള്ളേരോട് പറയില്ല. അപ്പം മോൻ വഴക്ക് പറയും, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരോട് പറയുന്നതിനൊരു പരിധിയില്ലേ മോളെ? കാരണം അവരുടെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട്. അവസാനമാണ് ഞാനൊരു തീരുമാനമെടുത്ത്. 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഈ പുട്ട്, അരിപ്പുട്ട്, പയറുപപ്പടം, മരിച്ചിനി പുട്ട്, അതിൻ്റെ കൂടെ കരിപ്പെട്ടി കാപ്പി ഇതൊക്കെ ചെയ്ത്, പിന്നെ റാഗി ചമ്പാപ്പുട്ട്, അതിൻ്റെ കൂടെ ഏതാണ് ഇപ്പോൾ റാഗിപ്പുട്ടിൻ്റെ കൂടെ അവർക്ക് മുട്ടക്കറിയാണെങ്കിൽ അങ്ങനെ, പയറുപപ്പടമാണെങ്കിൽ അങ്ങനെ അത് ഞാൻ 2 ആഴ്ച മുമ്പ് ചെയ്തപ്പം കുറച്ച് എയർപോർട്സിലെ പിള്ളേർ അവർ വിളിച്ച് പറയും, രാത്രിയിലും അവർ വിളിച്ച് പറയുന്ന ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അവരും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ അങ്ങേറ്റം ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യനെയും കൊണ്ട് ഭിക്ഷയാചിക്കാൻ ഇറങ്ങാൻ വയ്യ. കാരണം മക്കൾക്ക് നാണക്കേട്, കുടുംബത്തിൽ നാണക്കേട്. ഇന്ന് വരെ അങ്ങനെ പോയിട്ടില്ല. ആ വ്യക്തിയുടെ അധ്വാനത്തിൽ ജീവിച്ചു പോകുന്ന നമ്മൾ ഇന്ന് ഈ വീട്ടിൽ പല സാധനങ്ങളും വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഇല്ലാത്ത അവസ്ഥ. പക്ഷേ എന്നാലും പിള്ളേരോടൊന്നും അങ്ങനെ പറയത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട്. അങ്ങനത്തെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് നിന്ന് ചെയ്താൽ പറ്റൂല എന്ന് പറഞ്ഞ് നിന്നാൽ ശരിയാവില്ലല്ലോ. കഴിയുന്നത് ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ മോളെ വിളിച്ചത്. എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാം. ഇപ്പോൾ ആരെങ്കിലും ഊണ് വേണം, ഞങ്ങൾക്ക് ഒരു 5 ഊണ് വേണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഊണുണ്ടാക്കി. അപ്പോൾ എയർപോർട്സിലെ പിള്ളേർ തന്നെ വാങ്ങിച്ച, അവർക്ക് ഞാൻ മീൻ ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ പുരട്ടിയത് കൊടുത്തു, അവിയൽ, തോരൻ, മെഴുക്ക് വരട്ടി, പിന്നെ സാമ്പാർ, ഒരു മോരുകറി, ഇത്രയും വെച്ച് കൊടുത്തു. ഇനി മീൻ ഇല്ലെങ്കിൽ ചിക്കൻ പുരട്ടും, മീൻ ഉണ്ടെങ്കിൽ അതിന്ന് മീൻ കറിയും വെക്കും. വേറെ എന്തൊക്കെ കൊടുക്കും? വേറെ ബിരിയാണി ഉണ്ട് ഇപ്പോൾ. അങ്ങനെ ഞാൻ തന്നെ അത് ചെയ്യുന്ന, എനിക്കറിയുന്ന കണക്ക്. ചേട്ടൻ്റെ അത്രയും ടേസ്റ്റ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്തു. ഇതിനു മുന്നേ 2 ദിവസം ചെയ്തപ്പോൾ എയർപോർട്സിലെ പിള്ളേർ വാങ്ങിച്ച്, ഇവിടെ അടുത്തുള്ള 1-2 പേര് വാങ്ങിച്ച് അത് പെട്ടെന്നങ്ങ് നിന്നുപോയി. കാരണം അപ്പോൾ എനിക്ക് തോന്നി പബ്ലിസിറ്റി ഇല്ലാഞ്ഞിട്ടായിരിക്കാം. കാരണം ഞാൻ പബ്ലിസിറ്റി ആകുമ്പോൾ, മുമ്പ് നമ്മൾ ബിരിയാണി ചെയ്തപ്പോഴത്തേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് വിളിച്ച് ചോദിക്കുകയും വരികയും. കടയില്ലാത്തത് കൊണ്ട് അവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നിവർത്തിയും ഇല്ല. ചേച്ചി ഇപ്പം 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
പക്ഷേ 2-3 പേര് പഴയ ആൾക്കാർ വന്ന് വാങ്ങി, ആരും ഒന്നും പറഞ്ഞില്ല. കാരണം ചിക്കൻ്റെയൊക്കെ വില അങ്ങനെ ആയതുകൊണ്ട്. അപ്പം ഞാൻ കൊടുത്തപ്പോൾ മുട്ട വെച്ചില്ല. ഇന്നിപ്പോൾ ചിക്കന് വില കുറഞ്ഞതുകൊണ്ട് ഞാൻ മുട്ടയും കൂടെ അതിനകത്ത് വെക്കുന്നുണ്ട്. എൻ്റെ 3 നേരത്തെയും കൊടുക്കാൻ തയ്യാറാണ്. 3 നേരവും കൊടുക്കാൻ തയ്യാറ്. രാത്രിയിൽ പുട്ടോ മുട്ടക്കറിയോ. പക്ഷേ ചേച്ചിക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള സമയം വേണം. പിന്നെ നമ്മുടെ കടയായപ്പോഴത്തേക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കൊള്ളാം ചേച്ചി. ചേച്ചി പറയുക, ചേട്ടനാണല്ലോ ഇവിടുത്തെ ബിരിയാണി മാസ്റ്റർ. ചേട്ടൻ വെച്ച ബിരിയാണി ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഒന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നെ. പക്ഷെ കൊള്ളാം. ചെമ്പ് തുറന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ടെന്ന്. ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി, ഇല്ലെങ്കിൽ ഊണ് വേണമെങ്കിലും കേട്ടോ. അപ്പം ഇന്നിപ്പം ഒരുപാട് കറികളൊന്നും റെഡി ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം അവിയലും അല്ലേ 2-3 കൂട്ടുണ്ട്. അവിയൽ ചിക്കനും ഒക്കെ ചേർത്തിട്ട്. മീനില്ലെങ്കിൽ ചേച്ചി ചിക്കൻ കൂട്ടി ഊണ് തരും. മീനുള്ള സമയമാണെങ്കിൽ മീൻ വറുത്തതോ മീൻ കറിയൊക്കെ ചേർത്ത് ഊണ് തരും. അപ്പം അങ്ങനെ ഊണ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇത് ഇങ്ങനൊരു മേശ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇരുന്ന് കഴിക്കണം എന്നുള്ളവർക്കും ഇവിടെ വേണമെങ്കിൽ വന്നിരുന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി പറ്റുന്ന നിങ്ങളോടാണ് സഹായം ചോദിക്കുന്നത്. കാരണം ഇതുവഴി പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചിട്ട് ഇവരെയൊന്ന് സഹായിക്കണം. നമ്മൾ ആരായാലും മറ്റൊരാളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ വഴിയിലാണ് നമ്മളത് ചെയ്യുള്ളൂ അല്ലേ. എല്ലാവരും നമ്മുടെ ആത്മാഭിമാനം നമുക്ക് ആരുടെ മുമ്പിൽ ചോദിക്കേണ്ട, ആരോട് സഹായം തേടണ്ട, ഞങ്ങൾ അങ്ങനെ എല്ലാ മനുഷ്യരും അങ്ങനെ വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഏറ്റവും ഗതി കെടുമ്പോഴാണ് നമ്മളതൊക്കെ ചോദിക്കുക മറ്റൊരാളുടെ മുമ്പിൽ. ഇപ്പോൾ ചേച്ചി അത്രയും സങ്കടത്തിൽ ചേച്ചി അത് പറഞ്ഞതെന്നു വെച്ചാൽ അത്രയും മോശം അവസ്ഥയെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്വന്തമായിട്ടൊരു വീടില്ല, യാതൊന്നുമില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പോട്ടെ, വീട് പണിയുന്നതോ ബാക്കിയൊക്കെ പോട്ടെ. പക്ഷെ അവനവന് ഭക്ഷണം കഴിച്ച് മരുന്ന് മേടിച്ച് നമ്മളെ കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇത്രയും കാലം സംരക്ഷിച്ച ഒരാൾക്ക് അസുഖം വരുമ്പോൾ തിരിച്ച് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. അത് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. അതാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അത് പറ്റുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇതിനു മുമ്പും ചേച്ചിയുടെ മൊത്തം വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോൾ ചേച്ചിയുടെ 4ാമത്തെ വട്ടമാണ് ഞാനിവിടെ ചേച്ചീനെ കാണാൻ വേണ്ടി വരുന്നത്. എല്ലാ പ്രാവശ്യവും വളരെ സന്തോഷത്തിൽ വന്നിട്ടാണ് പോവാറ്. പക്ഷേ ഇത്തവണ കുറച്ച് വിഷമ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഞാൻ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് വരാം. അല്ലെങ്കിലും അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴിയൊന്നുമല്ല. പഴയ കടയുടെ അടുത്തുനിന്ന് കുറച്ച് വളരെ നിസ്സാര ദൂരമേ ഉള്ളൂ. ഇവിടെ ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇപ്പോൾ അങ്ങനെ വരണമെങ്കിൽ വണ്ടി ഇതിൻ്റെ മുമ്പിൽ വരെ വണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല. എന്തായാലും ഭക്ഷണം വേണമെങ്കിൽ ചേച്ചീനെ മുൻകൂട്ടി വിളിച്ച് പറയണമല്ലോ. അല്ലാതെ നേരത്തെ ഇവിടെ കുറേ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അതിനുള്ള സാമ്പത്തികവും ഇല്ല, കളയാനും പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഭക്ഷണം മേടിക്കാൻ വരുന്ന ആളുകൾ വിളിച്ചിട്ട് തന്നെ വരണം. അപ്പോൾ ചോദിച്ചാൽ ചേച്ചി ഗൂഗിൾ മാപ്പ് ഇട്ട് തരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ വിശേഷം അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം. പോയിട്ട് വരാം.